ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. തിരുപ്പിറവിയുടെ സന്ദേശം മുഴുവൻ ഇന്നത്തെ ദൈവവചന ഭാഗം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ ഔസേപ്പിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. ജനിക്കാൻ പോകുന്ന ശിശു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ ദൈവം നമ്മോട് കൂടെ നർത്തമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ ദൈവം നമ്മുടെ കൂടെ നർത്തമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു പ്രവചനമാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിലാണ് നമ്മൾ ഈ ഇമ്മാനുവേൽ പ്രവചനം നമ്മൾ വായിക്കുന്നത്. ഈ പ്രവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാകണമെങ്കിൽ ഈ പ്രവചനം ദൈവം നൽകിയ ഒരു കാലഘട്ടത്തെ, പശ്ചാത്തലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. BC 8-ാം നൂറ്റാണ്ടിൽ യൂദയ ഭരിച്ചിരുന്ന രാജാവാണ് ആഹാസ് രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ ജെറുസലേം ഇസ്രായേൽ രാജാവും അതുപോലെ തന്നെ സിറിയ രാജാവും സംയുക്തമായി ഒന്നു ചേർന്ന് യൂദയായെ ആക്രമിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ഈ ആക്രമണ വിവരം ആഹാസ് അറിയാനിടയായി. അവൻ ദൈവത്തിൽ അഭയം തേടുന്നതിന് പകരം അവൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വിജാതീയ രാജാവായ അസീറിയ രാജാവിൻ്റെ അടുത്ത് അഭയം തേടാനായിട്ട് തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്ന് ബോധ്യമില്ലാത്തതുകൊണ്ടല്ലേ ഒരു വിജാതീയ രാജാവിനടുത്ത് അഭയം തേടാനായിട്ട് ആഹാസ് തീരുമാനിക്കുന്നത്? ദൈവം കൂടെയുണ്ട് എന്ന് ബോധ്യമില്ലാത്തതുകൊണ്ടല്ലേ, വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ഒരു വിജാതീയ രാജാവിൻ്റെ അടുത്ത് അഭയം തേടാനായിട്ട് ഈ ആഹാസ് തീരുമാനിക്കുന്നത്? ദൈവം ഒരു കാര്യം ചെയ്തു. യെശയ്യായിലൂടെ ആഹാസിന് ഒരു സന്ദേശം നൽകി. ആ സന്ദേശം എങ്ങനെയാണ്? ദൈവം അവിടെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമായിട്ട് കന്യക ഗർഭം ധരിച്ച്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഈ ഒരു വചനമാണ് ഇമ്മാനുവേൽ എന്ന കുഞ്ഞ് വിളിക്കപ്പെടും. ഈ ഒരു വചനമാണ് യെശയ്യാ പ്രവാചനം വഴി ദൈവം ആഹാസിന് കൊടുക്കുന്നത്. യുദ്ധത്തിൻ്റെ ഭീതിയിലായിരുന്ന യൂദയ ഈ പ്രവചനത്തിലൂടെ, ഈ പ്രവചനം നൽകിയ അടയാളത്തിലൂടെ കർത്താവ് അവിടെ കൂടെയുണ്ട് എന്ന് അനുഭവിച്ചിട്ടുണ്ടാവും. അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും കർത്താവ് കൂടെയുണ്ടെന്ന കാര്യം. ഈ പ്രവചനം അത് അക്ഷരാർത്ഥത്തിൽ ആഹാസിൻ്റെ ഭരണകാലഘട്ടത്തിൽ നിറവേറിയോ എന്നതിനെപ്പറ്റി ദൈവവചനം ഒരു നിശബ്ദത പാലിക്കുന്നുണ്ട്, ഒരു മൗനം പാലിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിറവേറിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ദൈവവചനം അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു അവ്യക്തതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ പ്രവചനം പൂർത്തിയാകാനിരിക്കുന്നത് അത് ഈശോയുടെ ജനനത്തിലാണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലാണ് ഈ ഇമ്മാനുവേൽ പ്രവചനം അത് നിറവേറപ്പെടേണ്ടത്, പൂർത്തിയാകേണ്ടത്. ഗബ്രിയേൽ മാലാഖ ജോസഫിൻ്റെ അടുത്ത് സംഭാഷണം നടത്തുമ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഗബ്രിയേൽ മാലാഖ സൂചിപ്പിക്കുന്നത് ആ ഇമ്മാനുവേൽ പ്രവചനത്തിലേക്കാണ്. അന്ന് യെശയ്യാ പറഞ്ഞ ആ ഇമ്മാനുവേൽ പ്രവചനമാണ് ഇന്ന് ഈശോയുടെ കാര്യത്തിൽ, ദൈവപുത്രൻ്റെ ജനനത്തിൽ സംഭവിക്കാൻ പോണത്, നിറവേറാൻ പോണത് എന്നാണ് ഗബ്രിയേൽ മാലാഖ ജോസഫിനോട് പറയണത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം നിറവേറപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി പഠിക്കുമ്പോഴാണ് ഈ പ്രവചനം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈശോ ജനിക്കുന്ന ഒരു കാലഘട്ടത്തെ പഠിക്കുമ്പോഴാണ് ഈ ഇമ്മാനുവേൽ പ്രവചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈശോയ്ക്ക് ഒരു 6 നൂറ്റാണ്ട് മുമ്പാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 580-90 വർഷം മുമ്പാണ് ഇസ്രായേൽ ജനം ബാബിലോണിയൻ സാമ്രാജ്യത്തിലേക്ക് അടിമകളായിട്ട് പോകുന്നത്. ബാബിലോണിയക്കാർ ഇസ്രായേൽക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, യൂദയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, അവിടെ ദേവാലയം നശിപ്പിച്ച് ഇസ്രായേൽക്കാരെ, ജനങ്ങൾ മുഴുവനും ബാബിലോണിയയിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോയി. ഒരു 70 വർഷം ഇസ്രായേൽക്കാർ ബാബിലോണിയൻ അടിമത്തിന് കീഴിൽ ജീവിക്കുന്നുണ്ട്. 70 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഇസ്രായേൽക്കാരെ ബാബിലോണിയൻ അടിമത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ വീണ്ടും സ്വന്തം നാട്ടിൽ അവരെ കൊണ്ടുവന്നു. അവർ വരുമ്പോൾ കാണുന്ന കാര്യം അവിടെ ദേവാലയം തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. അവർ അതിനെ അറ്റകുറ്റക്ക് പണികൾ നടത്തി അതിനെ പുനരുദ്ധരിക്കുന്നുണ്ട്. അതിന് മതിലുകളൊക്കെ എസ്രായുടെയും നെഹമ്യായുടെയും നേതൃത്വത്തിൽ അതൊക്കെ പുതുക്കി പണിയുന്നുണ്ട്. അങ്ങനെ അവർ ബലിയർപ്പണം വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ബലിയർപ്പണമൊക്കെ ആരംഭിച്ച ഒരു പഴയ ജീവിത രീതിയിലേക്ക് അവർ മുമ്പോട്ട് പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ദൈവം നിശബ്ദനായ ഒരു നൂറ്റാണ്ടുകളാണ്. ദൈവം അവിടെ ന്യായാധിപന്മാരെ വിളിക്കുന്നില്ല, പ്രവാചകന്മാരെ വിളിക്കുന്നില്ല. ദൈവത്തിന് അരുളപ്പാടുകളൊക്കെ വളരെ വിരളമാണ്. ഒരു 3 പ്രവാചകന്മാരുടെ കാലയളവിൽ വരുന്നുണ്ട്. സക്രിയ പ്രവാചകൻ, അതുപോലെ ഹഗ്ഗായി, മലാക്കി. ഈ 3 പ്രവാചകന്മാർ ഈ ബാബിലോണിയ പ്രവാസം കഴിയുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മലാക്കി. BC 450-നും 400-നും ഇടയിലാണ് ഈ മലാക്കി പ്രവാചകൻ പ്രവചനം നടത്തുന്നത്. പക്ഷെ മലാക്കിക്ക് ശേഷം ഒരു 400 വർഷം ദൈവം അക്ഷരാർത്ഥത്തിൽ നിശബ്ദനായ ഒരു നൂറ്റാണ്ടുകളാണ്. ഒരു 400 വർഷങ്ങൾ
ഈ ഒരു കാലയളവിൽ ശത്രുക്കളുടെ എണ്ണമാണെങ്കിൽ പെരുകി വരുന്നുണ്ട്. ഗ്രീക്കുകാർ ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള വിജാതി രീതികളൊക്കെ പിന്തുടരാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് തയ്യാറാവാത്തവരെയൊക്കെ മതവർദ്ധനത്തിലൂടെ പേടിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അവിടെ ദേവാലയം അശുദ്ധമാക്കുന്നുണ്ട്. സെയൂസ് ദേവന്റെ വിഗ്രഹം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നുണ്ട്. പിന്നീട് ഈ ഗ്രീക്കുകാരുടെ സമയം കഴിയുമ്പോൾ റോമക്കാർ വരുന്നുണ്ട്. ഈ റോമക്കാരുടെ കീഴിൽ ഒരു വലിയ അപമാനത്തിലും സങ്കടത്തിലൊക്കെ ഇസ്രായേൽക്കാർ ജീവിക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിലാണ് രക്ഷകന്റെ വരവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇസ്രായേൽ ജനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായി, പ്രാർത്ഥനയുടെ ഉത്തരമായി ഗബ്രിയേൽ മാലാഖ ജോസഫിൻ്റെ അടുത്ത് വെളിപാടുമായി, രക്ഷകന്റെ ജനത്തെ പറ്റിയുള്ള വെളിപാടുമായിട്ട് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ആഹാസനെ പോലെ ഒരു ഭയത്തിൻ്റെ താഴ്വരയിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു ഭയത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു ആകുലതയുടെ, ഉത്കണ്ഠയുടെ കീഴിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനെ പോലെ ഒരു ദൈവം നിശബ്ദമായ ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഉത്തരവില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിശബ്ദനായതുപോലെ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മോട് പറയുകയാണ്, ദൈവം നിശബ്ദനായി നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലാണ്. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആഹാസിനോട് കർത്താവ് പറഞ്ഞു, ദൈവം നിന്റെ കൂടെയുണ്ട്. അതുപോലെ ഈശോയിലൂടെ ദൈവം ഈ ലോകം മുഴുവനോട് വിളംബരം ചെയ്യുകയാണ്, ദൈവം നിന്റെ കൂടെയുണ്ട്. 54 യേശയ്യാപ്രവാചന പുസ്തകം 54 അധ്യായം 7 തിരുവചനം, അല്പസമയത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും. ഒരു പക്ഷേ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മാനസികാവസ്ഥയിലാണ്, ഒരു ആത്മീയ അവസ്ഥയിലാണ് നിൻ്റെ ജീവിതം എന്ന് തോന്നുന്നുണ്ടെങ്കിലും, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ വിഷമിക്കേണ്ട. ഇത് അല്പസമയത്തേക്കുള്ളൊരു അനുഭവമാണ്. മഹാകാരുണ്യത്തോടെ അവിടെ നിന്ന് നിന്നെ തിരിച്ചു വിളിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി. പത്രോസ് 1 ലേഖനം 5 അധ്യായം 6 തിരുവചനം, കർത്താവിൻ്റെ ശക്തമായ കരത്തിങ്കീഴിൽ താഴ്മയോടെ നിൽക്കും. അപ്പോൾ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിന്റെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുവിൻ. അവിടെ നിന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവ് നമ്മെ സന്ദർശിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 11 തിരുവചനം, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. ഈ വചനഭാഗം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് ഇമ്മാനുവലാണ്. ദൈവം നമ്മുടെ കൂടെ ഏത് സാഹചര്യത്തിലും, സന്തോഷത്തിലും, സങ്കടത്തിലും, തകർച്ചയിലും, പാപാവസ്ഥയിലൊക്കെ നമ്മുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ മനുഷ്യനായിട്ട് അവതരിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നതിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഈ ക്രിസ്തുമസ് നാളിൽ പങ്കുവെച്ചു കൊടുക്കും. കർത്താവ് നമ്മിലൂടെ അനേകരിൽ ജീവിക്കണം. അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരുന്ന നക്ഷത്രങ്ങളായി ഈ ക്രിസ്തുമസ് നാളിൽ നമ്മൾ മാറട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ക്രിസ്തുമസിൻ്റെ വരാൻ പോകുന്ന ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.